നമസ്കാരം, അവിയൽ ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ടൊരു ക്രാക്കേഴ്സ് ബ്രാൻഡ് അവരുടെ പ്രോഡക്ട്സ് ടെസ്റ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ബോക്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ഫയർ വർക്ക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന്. നിങ്ങൾക്ക് പരിചയമുള്ള കോഴിക്കോട് കുണ്ടായിത്തോടും അതുപോലെ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലും സ്ഥിതി ചെയ്യുന്ന ചാമ്പ്യൻസ് ഫയർ വർക്ക്സ് ആണ് നമുക്ക് ഈ പ്രോഡക്ട്സ് തന്നിരിക്കുന്നത്. 1972 മുതൽ ശിവകാശിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, ഫയർ വർക്ക്സ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ചാമ്പ്യൻസ് ഫയർ വർക്ക്സ് എന്ന് പറയുന്നത്. നിലവിൽ ഏകദേശം 32ഓളം പ്രോഡക്ട്സ് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ ഈ ഒരു ചാനലിൽ അവരുടെ പ്രോഡക്ട്സ് തന്നതിൽ സത്യം പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ തന്ന സപ്പോർട്ടിലൂടെയാണ് ശരിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റിയെന്ന് തന്നെ നമുക്ക് പറയാം. സത്യം പറയുകയാണെങ്കിൽ ഇത് എൻ്റെ മാത്രം അച്ചീവ്മെൻ്റ് അല്ല, നിങ്ങളുടെ കൂടി അച്ചീവ്മെൻ്റാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണ് നമുക്ക് എന്താ പറയുക പലപ്പോഴും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നത്. വിഷുവിൻ്റെ ടൈം ആകുമ്പോഴേക്കും മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പലരും കളിയാക്കുമ്പോഴും ഏകദേശം ജനുവരി മുതൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻസും ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജുമാണ് നമ്മളെ വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളും ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യുകയാണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു എളിയ ഗിവ് അവേ ആയിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുകയാണ്. ഏകദേശം ഒരു 5 പേർക്ക് നമ്മളെ ചാനലിൽ ഏകദേശം 90% മുകളിൽ ക്രാക്കേഴ്സ് ലവേഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്രാക്കേഴ്സ് ബോക്സ് ഗിവ് അവേ ആയിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ണൂരായിട്ടും എന്താ പറയുക തൃശ്ശൂർ അങ്ങനെയുള്ള പല ജില്ലകളിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സബ്സ്ക്രൈബേഴ്സ് അല്ല, നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ക്രാക്കേഴ്സ് അയച്ചു കൊടുക്കുക എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവരുടെ ഒരു ചോയ്സായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ക്രാക്കേഴ്സ് ആയിട്ടോ ഏത് വേണമെങ്കിലും നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഗിവ് അവേനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് എല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. നേരെ അൺബോക്സിലേക്ക് കിടക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവരുടെ പ്രോഡക്ട്സ് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഡേ ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടും നൈറ്റ് ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടും. നൈറ്റ് ക്രാക്കേഴ്സിലെ ഫസ്റ്റത്തെ ഇവരുടെ വേരിയൻ്റാണ് ഫ്ലവർ പോട്ട് എന്ന് പറയുന്നത്. 10ഓളം പ്രോഡക്ട്സ് 10ഓളം ഡിഫറെൻറ്റ് സൈസിലുള്ള പ്രോഡക്ട്സ് അവർ ചെയ്യുന്നുണ്ട്. അതിൽ 9ഓളം പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ഫ്ലവർ പോട്ടിൻ്റെ സ്മോൾ മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ. ഇനി ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് എല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ആ പ്രോഡക്ട്സ്. ഈ 4 ഈ കാറ്റഗറിയിൽ കാണുന്ന ഫസ്റ്റത്തെ 4 ബിഗ്, സ്പെഷ്യൽ, അശോക, ജെയിൻറ്റ്. ഈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ കളറിൽ മാത്രം കത്തുന്നതാണ്. നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഓരോന്നും കൂടുന്തോറും ഇതിൻ്റെ സൈസ് കൂടി വരും. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈമിങ്ങും വ്യത്യാസം വരും. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് കാണുന്ന 3 കളർ കോട്ടി സീരീസിൽ വരുന്നതാണ്. ഇത് കളർ കോൺ എന്ന് പറയും. കളർ കോട്ടീൻ്റെ തൊട്ട താഴത്തുള്ള സൈസാണ്. അത് കഴിഞ്ഞ് കളർ കോട്ടി, ഇത് കളർ കോട്ടി ഡീലക്സ്. നോർമൽ കാണുന്ന ഫ്ലവർ പോട്ടുമായിട്ട് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ 4 ഫ്ലവർ പോട്ടുമായിട്ട് ഇതിൻ്റെ കളർ കോട്ടി സീരീസിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഈ ഭാഗത്തില്ലേ എംറ്റി ഈ ഭാഗത്ത് ഒരു ഗ്രീൻ കളറ് നമുക്ക് വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതാണ് നോർമൽ കാണുന്ന ഫ്ലവർ പോട്ടുമായിട്ട് കളർ കോട്ടിക്ക് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനിയുള്ള 2 പറയുകയാണെങ്കിൽ ഈ കാണുന്ന 2 സൂപ്പർ ഡീലക്സ്, സൂപ്പർ ഡീലക്സ് ആണ്. സൂപ്പർ ഡീലക്സ് എന്ന് പറയുന്നതാണ് ഫ്ലവർ പോട്ടിലെ ഏറ്റവും വലിയ സൈസ്. ഈ കാണുന്ന കളർ കോട്ടി ഡീലക്സിൻ്റെ അതേ സൈസിൽ തന്നെയാണ് നോർമൽ ഡീലക്സ് വരുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോർമൽ കളറിൽ എടുക്കുകയാണെങ്കിൽ കളർ കോട്ടി അല്ലാതെ എടുക്കുമ്പോൾ എപ്പോഴും സിൽവർ മാത്രമേ എമിറ്റ് ചെയ്യുള്ളൂ. പലപ്പോഴും നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള ഫ്ലവർ പോട്ട്സ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകാറുണ്ട്. പക്ഷേ അതിൽ നിന്നും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫ്ലവർ പോട്ട്സ് വിരിഞ്ഞു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ലാസ്റ്റ് ഒരു മഴ പൊഴിയും പോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാവും. വളരെ ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ അലൂമിനിയം ബോൾസിന് പകരം പേപ്പർ ബോൾസാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ചീപ്പാണെന്ന് വിചാരിച്ചിട്ട് പല പ്രോഡക്റ്റിലേക്കും കയറുമ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ ക്വാളിറ്റി ലെസ് കൊണ്ടാണ് നമുക്ക് ആ പൈസ കിട്ടുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാറില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു തന്നെന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സെഗ്മെൻറ്റ് ഇവരെ ചക്രംസ് ആണ്. ഇവർക്ക് 3 ടൈപ്പ് ചക്രംസ് ആണുള്ളത്. ബിഗ്, സ്പെഷ്യൽ, ഡീലക്സ്. അതിൽ സ്പെഷ്യലും ഡീലക്സും ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 പ്ലാസ്റ്റിക് ചക്രങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സർഫസിലും ഇത് വർക്ക് ചെയ്യും.
സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡീലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ടൈമിങ് കിട്ടുന്ന ഐറ്റംസ് ആണ്. ഇതിൻ്റെ സ്പെഷ്യൽ, ഡീലക്സ്, ബിഗ് അങ്ങനെ കാറ്റഗറി വരുന്നത് ഇതിൻ്റെ ചുറ്റിൻ്റെ നീളം അനുസരിച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവരെ റോക്കറ്റ് സെക്ഷനാണ്. ഇത് ഇവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡയാനോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ എന്താ പറയുക, എക്കോ ഇല്ലേ, എക്കോൻ്റെ ഒരു സ്മോളർ വേർഷൻ എന്ന് തന്നെ പറയാം. മുകളിൽ പോയിട്ട് പൊട്ടുന്ന ടൈപ്പ് ഒരു സ്കൈ ഷോട്ടാണ്. പിന്നെ ഇത് റോക്കറ്റിൽ ഫസ്റ്റ് മോഡലാണ്. ഇത് ബേബി റോക്കറ്റ് എന്ന് പറയും. ഇത് ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് പോവുക മാത്രമേ ഉള്ളൂ. ഇത് റോക്കറ്റ് ബോംബ് സീരീസിൽ വരുന്നതാണ്. റോക്കറ്റ് റിയോട്ട് എന്ന് പറയും. ഇത് മുകളിൽ പോയിട്ട് പൊട്ടുന്ന ടൈപ്പാണ്. ഇത് ലൂണിക്കിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കൂടുതൽ കിട്ടും. അതേപോലെ നല്ല ശബ്ദത്തിൽ പൊട്ടുകയും ചെയ്യും. ഇത് 2 സൗണ്ട്, അതിനെക്കാട്ടിലും ഹൈറ്റിൽ പോവും. അതുപോലെ തന്നെ 2 ശബ്ദത്തോടു കൂടി പൊട്ടും. അപ്പോൾ ഇതാണ് ഇവരുടെ ഡേ ക്രാക്കേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ബിജിലിയിൽ തുടങ്ങാം. 100 എണ്ണത്തിൻ്റെ പീസായിട്ടുള്ള ബിജിലിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നീല പാക്കറ്റിലായിരുന്നു വന്നിരുന്നത്. ഇപ്പം കളറൊന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ബിജിലി തന്നെയാണ്. നമ്മൾ നോക്കിയിട്ടുണ്ട്, അധികമൊന്നും തൂറ്റി പോകാറൊന്നുമില്ല. നമ്മൾ മുന്നേ ടെസ്റ്റ് ചെയ്തതായിരുന്നു. പിന്നെ ഇനി ഫസ്റ്റ് വരുന്നത് 2.25 കുരുവിയിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പാരറ്റ് എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് 3.5 ഇഞ്ചുള്ള കുരുവിയാണ്. ഇതിന് മിനിയോൺസ് എന്ന് പറഞ്ഞിട്ടാണ് പേരിട്ടിരുന്നത്. പിന്നെ വരുന്നത് നെക്സ്റ്റ് സൈസ് 4 ഇഞ്ചാണ്. 4 ഇഞ്ച് ലക്ഷ്മീൻ്റെ അതേ സീരീസിൽ വരുന്നതാണ്. 4 ഇഞ്ച് ഇതിനിട്ടിരിക്കുന്നത് സബ്വേ സർഫ് എന്നാണ് ഇവർ പേരിട്ടിരിക്കുന്നത്. ഇത് 4 ഇഞ്ച് ഡീലക്സ് ആണ്. അത്യാവശ്യം നല്ല വലിയ സൈസിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് ഫൈറ്റർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുവരെ 5 ഇഞ്ചിലേക്ക് വരുന്ന ഗാസോ റേസിംഗ് എന്ന് പറഞ്ഞ പേരിൽ വരുന്ന എന്താ പറയുക, ലക്ഷ്മി, അതിൻ്റെ ഡീലക്സ് എന്ന് തന്നെ പറയാം. 5 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. അത്യാവശ്യം നല്ല പെർഫോമൻസിൽ തന്നെ അത് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോർമലി നമ്മൾ 4 ഇഞ്ച് ഡീലക്സ് വരെ കാണാറുള്ളൂ. അതിനെക്കാട്ടിലും നല്ല ഹൈറ്റിൽ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. ഇപ്പോഴൊക്കെ പേപ്പർ ബോംബ് ട്രെൻഡിങ് ആയി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കാണുന്നത് 2 സൗണ്ടും 3 സൗണ്ടും ആണ്. ഇത് 2 സൗണ്ടാണ്, ഇത് 3 സൗണ്ടാണ്. പിന്നെ ഇതെന്ന് പറയുന്ന അവരെ ബോംബിൻ്റെ സെക്ഷനാണ്. ഇവർക്ക് ആക്ച്വലി 2 ബോംബും കൂടി വേറെ ഉണ്ട്. ആറ്റം സ്മോളും ആറ്റം ബിഗും. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹൈഡ്രോ ബോംബ്, പിന്നെ വേൾഡ് വാർ, ഹൾക്ക്, അവതാർ എന്ന് പറയുന്നത് 7 പ്ലൈയിൽ വരുന്ന ഒരു ബോംബാണ്. ഹൾക്ക് എന്ന് പറയുന്നത് 5 പ്ലൈയിൽ വരുന്നതാണ്. വേൾഡ് വാറും ഹൈഡ്രോ ബോംബും 3 പ്ലൈയിൽ വരുന്നതാണ്. അതിനെക്കാട്ടിലും താഴ്ന്നിട്ടുള്ള സൈസാണ് ആറ്റം സ്മോളും ആറ്റം ബിഗ് എന്ന് പറയുന്നത്. നോക്കിയാൽ കാണാം ഇത് രണ്ടും 3 പ്ലൈയിൽ വരുന്നതാണെങ്കിലും ഇതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിലുള്ള ബോക്സ് ഉണ്ട്, ആ മരുന്നടങ്ങിയിട്ടുള്ള ബോക്സ്, അതിൻ്റെ ഡിഫറൻസും കൂടിയാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആ മരുന്നടങ്ങിയിട്ടുള്ള ബോക്സും ഇതിൻ്റെ ചുറ്റും എന്ന് പറയുന്നതാണ് പ്ലൈ, അതിൻ്റെ വ്യത്യാസം കൂടിയാണ് ഇതിൻ്റെ പെർഫോമൻസിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ 7 പ്ലൈയിലൊക്കെ വരുന്നതിൽ നല്ല വ്യത്യാസം, എന്താ പറയുക, നല്ല ചുറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഹൾക്ക് നമ്മൾ മുന്നേ യൂസ് ചെയ്ത പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസിൽ തന്നെ ഹൾക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളെ ഡേ ക്രാക്കേഴ്സിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോയിൽ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇനി ടെസ്റ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മളെ എങ്ങനെ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതുപോലെ ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ആയത്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സജഷൻ നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അത് അറിയിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു #ടാഗ് കൂടി നിങ്ങൾ യൂസ് ചെയ്യുക, #vishu_with_avialtube. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ എന്തായാലും വായിപ്പിക്കാം. ഓക്കെ, അത് കൂടാതെ നമ്മളൊരു ഗൂഗിൾ ഫോം കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഫോൺ നമ്പർ ഒരിക്കലും നമുക്ക് ഫസ്റ്റ് തന്നെ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിലൂടെ പറ്റൂല. അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗൂഗിൾ ഫോം നമ്മൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ താഴത്ത് തന്നെ നമ്മൾ കൊടുക്കാം. അപ്പോൾ നിങ്ങളെ ഹാൻഡിൽ നെയിം എന്തായാലും പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഹാൻഡിൽ നെയിം ഉണ്ടാവും. ആ ജസ്റ്റ് ഹാൻഡിൽ നെയിം അടിക്കുക, നിങ്ങളെ മൊബൈൽ നമ്പറും അടിക്കുക. നമ്മൾ ഏപ്രിൽ 9-ാം തീയതിയാണ് വിന്നറെ പ്രഖ്യാപിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് നമ്മൾ വിന്നറിനെ പ്രഖ്യാപിക്കുക. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് സിസ്റ്റം വഴി നമ്മൾ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ വിന്നറിനെ അപ്പോൾ ലൈവായിട്ട് തന്നെ നമ്മൾ ഫോൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവരുടെ, അതായത് നിങ്ങളുടെ ഏതാണ് ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്രാക്കേഴ്സ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ എളിയ ഒരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഇനി ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ഈ ക്രാക്കേഴ്സ് എല്ലാം തന്നെ നമുക്ക് ബേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. വിത്ത് ടൈമിങ്ങോട് കൂടിയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും കാണുക. വെറൈറ്റി ആയിട്ടുള്ള സ്കൈ ഷോട്ടിനെ കുറിച്ചിട്ട് ഇക്കൊല്ലം തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കാം. അതുപോലെ തന്നെ മുന്നേ നമ്മൾ ചെയ്ത ഒരു അൺബോക്സിങ് വീഡിയോൻ്റെ ലിങ്ക് കൂടി നമ്മൾ കൊടുക്കാം. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, ഫ്ലവർ പോട്ടിൻ്റെയൊക്കെ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും നേരെ ടെസ്റ്റിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചക്കറിൻ്റെ സ്പെഷ്യലാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ഗ്രൗണ്ട് ചക്കർ ഡീലക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്ലവർ പോട്ടിൻ്റെ ബിഗ്ഗാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെക്കുമ്പോൾ എല്ലാ ഫ്ലവർ പോട്ടും നമ്മൾ ഒരേ ഡിസ്റ്റൻസിൽ നിന്നാണ് കവർ ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ ടൈം സ്റ്റാമ്പ്സ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഫ്ലവർ പോട്ട് എത്ര ടൈമിങ് ഇട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് ബ്രാൻഡുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ കുറേ കൂടി എളുപ്പമായിരിക്കും. എന്തായാലും നിങ്ങളെ വാല്യുബിൾ കമൻറ്റ്സ് നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്ലവർ പോട്ട് ബിഗിൻ്റെ ടെസ്റ്റ് നമ്മളത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഫ്ലവർ പോട്ടിൻ്റെ സ്പെഷ്യലാണ്. ബിഗിൻ്റെ തൊട്ടടുത്ത മോഡലാണ്. ഇതിൻ്റെ ടൈമിങ് എത്ര കിട്ടുമെന്ന് നോക്കാം. ഇത് ഫ്ലവർ പോട്ടിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 4ാമത്തെ സൈസാണിത്. ശരിക്കും അശോക എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇപ്പം മുന്നത്തെ 2 ടെസ്റ്റിലും കണ്ടു. ബിഗ് ആണെങ്കിലും സ്പെഷ്യൽ ആണെങ്കിലും അതിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ മുത്തുമണീൻ്റെ പോലെ പൊഴിയുമ്പോൾ ആ റെയിനിൻ്റെ പോലെയുള്ള ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നു നോക്കാം. ടൈമിങ് നമുക്ക് ടൈം സ്റ്റാമ്പിൽ നോക്കാം കേട്ടോ. ഇത് നമ്മളെ അശോകേൻ്റെ തൊട്ട മുകളിലുള്ള സൈസ് ജെയിൻ്റ് എന്ന് പറയും. എത്രത്തോളം ഇത് ടൈമിങ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എത്ര ഹൈറ്റ് വരെ പൊന്തുന്നു നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ജെയിൻ്റ് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള സൈസ് കളർ കോൺ എന്ന് പറഞ്ഞിട്ടുള്ള സൈസാണ്. നമ്മളെ കളർ കോട്ട് സീരീസിലെ ഫസ്റ്റത്തെ സെഗ്മെൻറ്റാണിത്. ഇത് എമിറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തുനിന്ന് ഗ്രീൻ കളറൊക്കെ വരുന്നുണ്ടോ, എത്രത്തോളം എന്ത് ഫംഗ്ഷൻ ഉണ്ട്, ടൈമിങ് കിട്ടുന്നുണ്ടോ ഒക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. നേരെ ടെസ്റ്റിലേക്ക്. ഇതാണ് കളർ കോട്ടിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ കളർ കോട്ടിൻ്റെ തൊട്ട മുകളിലുള്ള സൈസാണ്. നമ്മളെ കളർ കോട്ടി സീരീസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഗ്രീൻ എമിറ്റ് ചെയ്യും. അപ്പോൾ ഇത് എത്രത്തോളം ടൈമിങ് കിട്ടും, എത്രത്തോളം ഹൈറ്റ് പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മളെ കളർ കോട്ടിൻ്റെ ഡീലക്സ് മോഡലാണിത്. കളർ കോട്ടിയിൽ ഏറ്റവും വലുതെന്ന് തന്നെ അത് പറയാം. അപ്പോൾ ഇത് എത്രത്തോളം ടൈമിങ് കിട്ടും, ഇത് എത്രത്തോളം ഹൈറ്റ് പോകുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഇതിനി നോർമൽ ഫ്ലവർ പോട്ടിലെ ഏറ്റവും വലിയ സൈസായ ഡീലക്സ്. ഇത് ഫ്ലവർ പോട്ടിൻ്റെ ഏറ്റവും വലിയ മോഡൽ ഫ്ലവർ പോട്ടിൽ സൂപ്പർ ഡീലക്സ്. അപ്പോൾ ഇത് സിൽവർ കളറിൽ പൊഴിയുന്നതാണ്. ഇത് എത്രത്തോളം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ചാമ്പ്യൻസിൻ്റെ റോക്കറ്റ് സെക്ഷനാണ്. എൻ്റെ കയ്യിലുള്ളത് പോപ്പി റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബേബി റോക്കറ്റാണ്. ജസ്റ്റ് മുകളിലേക്ക് പോവുക മാത്രമാണ് അതിൻ്റെ ഫംഗ്ഷൻ. വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
ഇത് ചാമ്പ്യൻസിൻ്റെ റോക്കറ്റ് റിയോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിൾ സൗണ്ട് റോക്കറ്റാണ്. ജസ്റ്റ് മുകളിൽ പോയിട്ട് ഒരു സിംഗിൾ പൊട്ട് പൊട്ടുന്നതാണ് ഇതിൻ്റെ ഫങ്ഷൻ. വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഇവരുടെ മൂന്നാമത്തെ റോക്കറ്റ് സൈസ് ആയിട്ടുള്ള ലൂണിക് റോക്കറ്റ് എന്നിട്ടുള്ള ഒരു മോഡലാണ്. റോക്കറ്റ് റിയോട്ടിനെക്കാട്ടിലും കുറച്ചും കൂടി ഹൈറ്റിൽ പോയിട്ട് സിംഗിൾ പൊട്ട് പൊട്ടുന്നതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഇവരുടെ നാലാമത്തെ മോഡലായിട്ടുള്ള 2 സൗണ്ട് റോക്കറ്റാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ട് 2 പ്രാവശ്യം പൊട്ടുന്നതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ജസ്റ്റ് വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് നമ്മുടെ ചാമ്പ്യൻസിൻ്റെ 2 സൗണ്ടാണ്. 2 സൗണ്ട് ക്രാക്കർ എന്ന് പറയും. ഇത് താഴത്തുനിന്ന് ഒരു പൊട്ട് പൊട്ടിയിട്ട് മുകളിൽ പോയിട്ട് ഒരു പൊട്ടും കൂടി പൊട്ടും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇത് ചാമ്പ്യൻസിൻ്റെ 3 സൗണ്ടാണ്. നമ്മൾ 2 സൗണ്ട് നേരത്തെ ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി 3 സൗണ്ടാണ്. ഇത് താഴത്തുനിന്ന് ഒരു പൊട്ട് പൊട്ടിയിട്ട് മുകളിൽ പോയിട്ട് 2 പൊട്ട് പൊട്ടും. അങ്ങനെ ടോട്ടൽ 3 ടൈം അത് പൊട്ടും. അതാണ് അതിൻ്റെ ഫങ്ഷൻ. താഴത്തുള്ളത് മേ ബി ടപ്പ് എന്നുള്ള ഒരു ഒച്ച പൊന്തുന്നതിൻ്റെ ഉള്ള ശബ്ദമാണ് ശരിക്കും പറയുന്ന ഒരു 3 സൗണ്ടായിട്ട് കണക്കാക്കുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ ഈ സാധനത്തിൽ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇതാണ് ചാമ്പ്യൻസ് ബ്രാൻഡിൻ്റെ ഡയാന എന്ന് പറഞ്ഞിട്ടുള്ള എക്കോ മോഡൽ. ഒരു 1 ഇഞ്ച് ഷെല്ലിൻ്റെ വലുപ്പം തന്നെ ഇതുള്ളൂ. ഇത് എത്രത്തോളം പെർഫോം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നൈറ്റ് ക്രാക്കേഴ്സിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി റിമൈനിങ് ആയിട്ടുള്ള ഡേ ക്രാക്കേഴ്സിൻ്റെ ആണ്. നമ്മൾ ഓരോന്നായിട്ട് കാണിച്ചു തരാൻ എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പിന്നെ ഇവരുടെ ബിജിലിയാണ്. 100 പീസാണ് ഇത് വരുന്നത്. ഇനി സിംഗിൾ സൗണ്ട് ക്രാക്കർ നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റത്തെ 2.25 ഇഞ്ചിൻ്റെ പാരറ്റ് ബോംബാണ്. ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഷോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓൾറെഡി നല്ല പെർഫോമൻസ് ഉണ്ട് ഇതിനൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഇവരുടെ എന്താ പറയുക മിനിയോൺ എന്ന് പറഞ്ഞിട്ട് ഇത് 3.5 ഇഞ്ചിൻ്റെ കുരുവയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സബ്വേ സർഫ് എന്ന് പറഞ്ഞിട്ട് 4 ഇഞ്ച് കുരുവി. പിന്നെ അത് കഴിഞ്ഞ് 4 ഇഞ്ച് ഡീലക്സ് വരുന്നുണ്ട്. 4 ഇഞ്ച് ഡീലക്സിന് ഫൈറ്റർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല കിഡു പെർഫോമൻസ് എന്ന് തന്നെ പറയാം. ഇത് വരുന്നുണ്ട്. പിന്നെ നോർമലി ഒറ്റ ബ്രാൻഡിലും കിട്ടാത്തതാണ് ഈ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ട് വരുന്ന 5 ഇഞ്ചിൽ വരുന്ന കുരുവി എന്ന് പറയുന്നത്. ഇത്ര സൈസിലുള്ള എന്താ പറയുക ഒരു സിംഗിൾ സൗണ്ട് ക്രാക്കർ അധികം ബ്രാൻഡിലും ഉണ്ടാവാറില്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. 4 ഇഞ്ച് ഡീലക്സ് ഗോൾഡ് ലക്ഷ്മി വരെയൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇനി ബോംബ്സിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈഡ്രോ ബോംബിലാണ്. ആറ്റം സ്മോളും ആറ്റം ബിഗും ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവരിപ്പോൾ തന്നതിലുള്ള ഫസ്റ്റത്തെ ഹൈഡ്രോ ബോംബാണ്. വേൾഡ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള ബോംബാണ്. അത് 3 പ്ലൈയിൽ വരുന്നതാണ്. നമ്മൾ ഈ ചുറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് ഇത് രണ്ടും തമ്മിലുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചുറ്റല്ല സോറി ഇതിൻ്റെ ഉള്ളിലുള്ള വെടിമരുന്നിൻ്റെ പാക്കറ്റിൻ്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. രണ്ടും 3 പ്ലൈ വരുന്ന ബോംബ് തന്നെയാണ്. ഓക്കെ, ഇവരുടെ കിങ് ഐറ്റം അല്ലെങ്കിൽ അടിപൊളി ഒരു ഐറ്റം എന്ന് പറയാൻ പറ്റുന്നതാണ് ഹൾക്ക് ബോംബ് എന്ന് പറയുന്നത്. ഇത് 5 പ്ലൈയിൽ വരുന്ന ബോംബാണ്. അത്യാവശ്യം നല്ല കിഡ് പെർഫോമൻസ് ആണ് ഇത് കിട്ടുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് 7 പ്ലൈയിൽ വരുന്ന അടിപൊളി ഐറ്റം അവതാർ എന്ന് പറയുന്നത്. കിണ്ണം പെർഫോമൻസ് ആണ് ഇത് കിട്ടുന്നത്. അടിപൊളി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി പെർഫോമൻസ് ആണ്. ജുറാസിക് സൈസിൽ വരുന്ന സാധനമാണിത്. ഇത് 7 പ്ലൈയിൽ വരുന്നതാണ്.
അപ്പോൾ ഡേ ക്രാക്കേഴ്സിൻ്റെയും നൈറ്റ് ക്രാക്കേഴ്സിൻ്റെയും ഒക്കെ നമ്മൾ ടെസ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് നൈറ്റ് ക്രാക്കേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്ലവർ പോട്ട്, പിന്നെ അതുപോലെ ഇപ്പോൾ വന്ന അവരുടെ പുതിയ പ്രോഡക്റ്റ് എക്കോ ആയിട്ടുള്ള ഡയാന എന്നുള്ള പ്രോഡക്റ്റാണ്. കിണ്ണം പെർഫോമൻസ് ആണ് അത് കാഴ്ചവെച്ച്. പിന്നെ ഫ്ലവർ പോട്ടും എല്ലാം നോർമൽ പെർഫോമൻസ് തന്നെ തരുമ്പോൾ തന്നെയാണ് എല്ലാം പെർഫോം ചെയ്ത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഫ്ലവർ പോട്ട് എന്നുള്ള കാര്യം പറഞ്ഞുള്ളൂ. ഇനിയിപ്പോൾ ഡേ ക്രാക്കേഴ്സിൽ വരികയാണെങ്കിൽ എല്ലാം നല്ല ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ നമ്മളെ ബിജിലീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കയ്യിൽ നമുക്ക് കുറച്ച് വെടിമരുന്നൊക്കെ സ്പില്ലായിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളി പെർഫോമൻസ് ആണ് എല്ലാം കാഴ്ചവെച്ചത്. ഇപ്പോൾ ഈവൻ പാരറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പാരറ്റെന്ന് തുടങ്ങിയിട്ട് നമ്മളെ ഏത് എന്താ പറയുക സിംഗിൾ സൗണ്ട് ക്രാക്കർ ആണെങ്കിലും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഇപ്പം 5 ഇഞ്ച് ഡീലക്സ് ഒന്നും നമ്മൾ 5 ഇഞ്ച് വലുപ്പത്തിലുള്ള സിംഗിൾ സൗണ്ട് ക്രാക്കറൊന്നും നമ്മൾ കാണാറില്ല. അതൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. അതിൽ നമ്മൾ 5 എണ്ണത്തിൻ്റെ പാക്ക് ഉണ്ടാവുന്ന ഒന്ന് പൊട്ടിച്ചപ്പോൾ ഒറ്റൊന്ന് മാത്രം നമ്മളെ കയ്യിൽ നിന്ന് തൂറ്റി പോവുകയുണ്ടായി. ബാക്കിയുള്ളതൊക്കെ ഈ അതിൻ്റെ ആ ഗ്യാസ് റേസിംഗ് എന്നുള്ള മോഡൽ കേട്ടോ, അതിൻ്റെ തൊട്ട താഴത്തെ ഒരു മോഡൽ വരുന്നുണ്ടായിരുന്നു, ഫൈറ്റർ എന്നെന്തുവാണ് അതിൻ്റെ പേര്. അതൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ ബോംബിലേക്ക് വരുമ്പോൾ ബോംബും എല്ലാം അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. നമ്മൾ എന്താ പറയുക, അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന അവതാർ എന്നുള്ള സാധനം അത് അങ്ങോട്ട് അലക്കി എന്ന് തന്നെ പറയാം. സത്യം പറയുകയാണെങ്കിൽ ചെവി മൂളിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് നമ്മളൊരു ഹൈഡ്രോ അല്ല, നമ്മൾ ഒരു കിങ് റൈഡറിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലും നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഈ പിന്നെ അവതാർ എന്നുള്ള ബോംബ് കാഴ്ചവെക്കുന്നത്. പിന്നെ എല്ലാം നല്ല ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി റിവ്യൂസാണ് നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മളൊരു ഗിവ് അവേ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഗിവ് അവേ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി എനിക്ക് തോന്നുന്നു കുറഞ്ഞ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ, ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് എടുത്ത സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗിവ് അവേ എന്താ പറയുക വിജയിപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് ഈ വിഷു സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി വിഷു നേരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.